രാജ്യത്ത് 2026 മാർച്ച് വരെ 60 കോടി ആഭരണങ്ങളിൽ ഹോൾമാർക്കിംഗ് HUID പതിപ്പിച്ചതായി കണക്കുകൾ. കേരളത്തിൽ മാത്രം 15 കോടി ആഭരണങ്ങളിൽ HUID മുദ്ര പതിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. 2023-ൽ തന്നെ കേരളം സമ്പൂർണ്ണ ഹോൾമാർക്ക് സംസ്ഥാനമായിരുന്നു. ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കിയതിനു ശേഷം 2026 മാർച്ച് വരെ രാജ്യത്ത് 60 കോടി ആഭരണങ്ങളിൽ ഹോൾമാർക്കിംഗ് HUID പതിപ്പിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ മാത്രം 15 കോടി ആഭരണങ്ങളിൽ HUID മുദ്ര പതിപ്പിച്ചതായും കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ വ്യക്തമാക്കി. 2023-ൽ തന്നെ കേരളം സമ്പൂർണ്ണ ഹോൾമാർക്കിംഗ് സംസ്ഥാനമായിരുന്നു. ഇന്ത്യയിൽ കേരളം മാത്രമാണ് ഏക സമ്പൂർണ്ണ ഹോൾമാർക്കിംഗ് സംസ്ഥാനം. 2021 ജൂൺ 16-നാണ് സ്വർണ്ണാഭരണങ്ങൾക്ക് ഹോൾമാർക്ക് നിർബന്ധമാക്കിയത്. 2021 ജൂലൈ 17-നാണ് ഹോൾമാർക്കിംഗ് HUID-യിലേക്ക് മാറിയത്. 6 അക്ക ആൽഫ ന്യൂമറിക് നമ്പർ സ്വർണ്ണാഭരണങ്ങളിൽ പതിക്കാൻ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉത്തരവിട്ടിരുന്നു. 9, 14, 18, 20, 22, 23, 24 എന്നീ കാരറ്റുകളിൽ ഉള്ള ആഭരണങ്ങളിലാണ് പരിശുദ്ധിയുടെ മുദ്ര പതിപ്പിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കുമ്പോൾ രാജ്യത്ത് 256 ജില്ലകളിൽ മാത്രമാണ് ഇത് നടപ്പാക്കിയത്. എന്നാൽ നിലവിൽ 380 ജില്ലകളിൽ ഹോൾമാർക്കിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നതിനാൽ രാജ്യത്തെ 380 ജില്ലകളിൽ ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട്. 800ഓളം ജില്ലകളുള്ള ഇന്ത്യയിൽ പകുതിയോളം ജില്ലകളിലും ഇതുവരെ സ്വർണം പരിശുദ്ധി ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കിയിട്ടില്ല. സ്വർണ്ണാഭരണങ്ങളിൽ പരിശുദ്ധി രേഖപ്പെടുത്തുന്ന ഹോൾമാർക്കിംഗ് സെന്ററുകളുള്ള ജില്ലകളിൽ മാത്രമാണ് ഹോൾമാർക്കിംഗ് നിർബന്ധമെന്ന നിയമം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ പകുതിയിലധികം ജുവലറികളിൽ ഒരു തരത്തിലുള്ള പരിശുദ്ധിയുമില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാമെന്നത് സ്വർണ്ണ വ്യാപാര മേഖലയിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്ന് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നു. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.